but another shortest way to fill the glass form. On the outside the same on this dance floor. Only one of us is from the jungle. Melayale, Melayale from Portugal. Give me Melayale, Melayale from Portugal. Give me the. ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മലയാളി ഫ്രം പോർച്ചുഗൽ. ഇന്ന് നമ്മൾ നിൽക്കുന്നത് പോർച്ചുഗലിന്റെ അഗ്രികൾച്ചർ ഫെസ്റ്റിലാണ്. FNA 25 ഫേരാദി നാഷണൽ അഗ്രികൾച്ചറ 25. പോർച്ചുഗലിന്റെ എല്ലാ സ്റ്റേറ്റിൽ നിന്നുമുള്ള ആളുകൾ വന്നിട്ട് അഗ്രികൾച്ചറിന്റെ എല്ലാ സാധനങ്ങളും ഇവിടെ വെക്കും. ഒരു എക്സിബിഷൻ പോലെ നമുക്കത് പോയി കാണാം. പിന്നെ നമുക്ക് സാധനങ്ങൾ മേടിക്കാം, അങ്ങനെ എല്ലാം ചെയ്യാം. പിന്നെ ഇവിടെ അതായത് കന്നുകാലികൾ മുതൽ ബാക്കി നമ്മൾ ഉണ്ടാക്കുന്ന വിത്തിനങ്ങൾ വരെ ഇവിടെ ഉണ്ട്. അപ്പൊ നമുക്ക് അത് പോയെന്ന് കാണാം. നിങ്ങൾ ഇവിടെ കണ്ടോ, ഇവിടെ അത്ര അധികം ആൾക്കാരാണ്. അതായത് പോർച്ചുഗലിന്റെ ഏറ്റവും വലിയ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫെസ്റ്റ് ആണിത്. നോക്ക്, ഇവിടെ വണ്ടി പാർക്ക് ചെയ്യുന്നത് കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവും ഇവിടെ എത്രയധികം ആൾക്കാർ വന്നിട്ടുണ്ടെന്നും ഈ ഫെസ്റ്റ് എത്രയധികം ഇമ്പോർട്ടന്റ് ആണെന്നും നമുക്കിത് കാണുമ്പോൾ തന്നെ മനസ്സിലാക്കാം. പിന്നെ ഇന്നത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇന്നിവിടെ ഫ്രീ ആണ്. ഇന്നിവിടെ ടിക്കറ്റ് എടുക്കേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് തന്നെ ഇന്ന് ആളും കൂടുതലാണ്. ഇവിടുത്തെ ടിക്കറ്റ് ചാർജ് എന്ന് പറഞ്ഞാൽ ഒരാൾക്ക് 8.5 യൂറോ ആണ്. അതായത് നല്ല എക്സ്പെൻസീവ് ആണ്. അപ്പൊ നമുക്ക് ടിക്കറ്റ് ഇല്ലാതെ അകത്തോട്ട് കയറാം. ഇവിടെ കയറുന്ന എൻട്രിയിൽ തന്നെ അവർ മാപ്പ് വെച്ചിട്ടുണ്ട്. ഈ മാപ്പ് നോക്കി നമുക്ക് അകത്തോട്ട് പോകാം. ഇതിൽ ഇവർ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട് ഏതൊക്കെ സാധനങ്ങൾ എവിടെയൊക്കെയാണ് വെച്ചേക്കുന്നതെന്ന്. അഗ്രികൾച്ചറിൻ്റെ മെഷീനറീസ് ആയിക്കോട്ടെ, മറ്റേ വിത്തിനങ്ങളായിക്കോട്ടെ, അങ്ങനെ എല്ലാം. അതുപോലെ കന്നുകാലികളായിക്കോട്ടെ, ബാക്കിയുള്ള ഫുഡ് ഐറ്റംസ്, അങ്ങനത്തെ കുറേ കാര്യങ്ങളുണ്ട്. അതെല്ലാം എവിടെയാണ് വെച്ചേക്കുന്നതെന്ന് അവർ അവിടെ കളറ് മെൻഷൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമുക്ക് അത് നോക്കി അപ്പം മുന്നോട്ട് പോവാം. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, FNA 25 അവർ അഗ്രികൾച്ചർ മെഷീനറീസ്, എക്യുപ്മെൻറ്റ്സ്, പ്രോഡക്ട്സ് ഇതാണ് നമ്മളെ പരിചയപ്പെടുത്തുന്നത്. പിന്നെ ഇതിന് പുറമെ അവരുടെ ട്രഡീഷണൽ ആക്ടിവിറ്റീസും ഇവിടെ കാണിക്കുന്നു. അതായത് ബുൾ ഫൈറ്റ്, ഹോഴ്സ് റൈഡിങ്, പിന്നെ ട്രഡീഷണൽ മ്യൂസിക്, അതെല്ലാം അവരിവിടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ നമുക്ക് അകത്ത് ചെന്നിട്ട് നമുക്ക് അവർ പ്രത്യേക ഒരു മാപ്പും കൂടി തരും. അതിൽ നോക്കി നമുക്ക് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാം. അപ്പം നമുക്ക് എന്തായാലും അകത്തോട്ട് കയറാം. എന്നിട്ട് നിങ്ങളെ ബാക്കി കാര്യങ്ങൾ ഞാൻ കാണിക്കാം. അപ്പോൾ ഇതാണ് മെയിൻ എൻട്രി. ഇന്ന് ഫ്രീ ടിക്കറ്റ് ആയതുകൊണ്ട് നമുക്ക് അകത്തോട്ട് ഈസിയായി കയറാം. അല്ലെങ്കിൽ നമ്മൾ ടിക്കറ്റ് എടുത്ത് കാർഡ് ഇവിടെ സ്വൈപ്പ് ചെയ്തിട്ടാണ് അകത്തോട്ട് കയറേണ്ടത്. ഇതാണ് നമ്മൾ കയറി ചെല്ലുന്ന ഫ്രണ്ട് പോർഷൻ. പിന്നെ നിങ്ങളുടെ അടുത്ത് വേറൊരു കാര്യം പറയാൻ മറന്നു. ഇവിടെ കുട്ടികൾക്ക് ടിക്കറ്റ് ചാർജ് ഇല്ല. അതായത് 10 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് ഇവിടെ ടിക്കറ്റ് എടുക്കേണ്ട ആവശ്യമില്ല. ഞങ്ങൾ അങ്ങോട്ട് കയറി ചെന്നപ്പോഴേ അവിടെ ഭയങ്കര ബഹളവും ആൾക്കൂട്ടവും. നോക്കിയപ്പോൾ ഫുള്ള് മീഡിയാസ്. ഇത് ഇവിടുത്തെ പോർച്ചുഗലിലുള്ള ഒരു പാർട്ടിയാണ് ഷേഗ എന്ന് പറയുന്നത്. അതിൻ്റെ പ്രസിഡൻ്റാണിത്. അപ്പം മീഡിയാസ് എല്ലാം കൂടി അവിടെ എന്തോ ഒരു ഇൻ്റർവ്യൂ അങ്ങനെ എന്തോ കൊടുക്കുകയാണ്. മീഡിയാസിനോട് എന്തൊക്കെയോ പറയാണ്. ഫുള്ള് പോർച്ചുഗീസാണ് പറയുന്നത്. നമുക്ക് കൂടുതലായിട്ടൊന്നും മനസ്സിലാവത്തില്ല. പിന്നെ അതൊന്ന് ജസ്റ്റ് ഷൂട്ട് ചെയ്തിട്ട് ഞങ്ങൾ അകത്തോട്ട് പോയി. അവിടെ ചെന്നപ്പോൾ അവിടെ നിന്ന് അവരൊരു മാപ്പ് തരും. ആ മാപ്പ് നോക്കി നമുക്ക് അകത്തോട്ട് പോവാം. ഇതാണ് FNAയുടെ ഈ വർഷത്തെ തീം. പിന്നെ ഇത് ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് കാണാം ഇതിനകത്ത് ഇവർ അഗ്രികൾച്ചർ, മെഷീനറീസ്, അതിൻ്റെ എക്യുപ്മെൻറ്റ്സ്, ബാക്കി കാര്യങ്ങൾ, കന്നുകാലികൾ, അതൊക്കെ എവിടെയാണ് ഇവർ അറേഞ്ച് ചെയ്തിരിക്കുന്നതെന്ന് ഈ മാപ്പ് നോക്കി നമുക്ക് മനസ്സിലാക്കാം. ഓരോന്നും ഓരോ കളർ മെൻഷൻ ചെയ്ത് ഇതിലിവർ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് നോക്കി നമുക്ക് അകത്തോട്ട് പോവാം. പിന്നെ ഞാൻ നിങ്ങളെ ഇത് മൊത്തത്തിലെല്ലാം ഒന്ന് കാണിക്കാം. ഓരോന്നായിട്ട് കാണിക്കാനാണെങ്കിൽ ഇതൊരു വലിയ വീഡിയോ ആക്കേണ്ടി വരും. ഇതൊരു ചെറിയ വീഡിയോ ആണ്. അപ്പം ഞാൻ നിങ്ങളെ എല്ലാം മൊത്തത്തിൽ ഒന്ന് കാണിക്കാം. പിന്നെ ഇതിലെ എല്ലാ എക്യുപ്മെൻറ്റ്സ് ആയാലും മെഷീനറീസ് ആയാലും എല്ലാം എനിക്ക് പറഞ്ഞു തരാനും അറിയത്തില്ല. അപ്പോൾ എനിക്ക് അറിയാവുന്ന കാര്യങ്ങൾ നിങ്ങളുമായിട്ട് ഞാൻ ഷെയർ ചെയ്യാം. FNA 25 പോർച്ചുഗലിലെ ഒരു മേജർ അഗ്രികൾച്ചർ ഈവൻ്റ് ആണെന്ന് ഞാൻ പറഞ്ഞല്ലോ. ഇതിൽ അഗ്രികൾച്ചർ പ്രോഡക്ട്സും സർവീസും ആണ് മെയിനായി അവർ നമ്മളെ പരിചയപ്പെടുത്തുന്നത്. പിന്നെ പോർച്ചുഗലിൻ്റെ ട്രഡീഷണൽ കൾച്ചർ ആക്ടിവിറ്റീസും ഇവിടെ അവർ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ഇത് വർഷം തോറും ഇത് നടത്തുന്നത് പോർച്ചുഗലിലെ സാന്ത്രേമിൽ സെനേമയിൽ വെച്ചാണ്. അതിൻ്റെ ഫുൾ ഫോം ഞാനിവിടെ സൈഡിൽ കൊടുക്കാം.
ഇപ്പോൾ നമ്മൾ കണ്ടത് ഇവിടുത്തെ ഗവൺമെൻറ് IEFP എന്ന് പറയും. അവർ നമ്മളെ സ്വയം പര്യാപ്തത നേടാൻ വേണ്ടി നമ്മളെ സ്വയം തൊഴിൽ പഠിപ്പിക്കും. അത് ഇവിടുത്തെ ഗവൺമെൻറ്റിൻ്റെ ഒരു സ്ഥാപനമാണ്. നമ്മൾ അവിടെ പോയി രജിസ്റ്റർ ചെയ്താൽ നമുക്ക് ഫീസിൻ്റെ ഒന്നും ആവശ്യമില്ല. നമുക്ക് അവിടെ ചെന്നാൽ നമുക്ക് ഇഷ്ടമുള്ള ഏത് കോഴ്സാന്ന് വെച്ചാൽ നമുക്കവിടെ പഠിക്കാം. ഇത് നമ്മൾ ഇൻഡസ്ട്രിയൽ ഏരിയയിൽ ഉപയോഗിക്കുന്ന വെയ്റ്റ് ലിഫ്റ്റിംഗ് മെഷീൻസ് ആണ്. ഈ കാണുന്നത് അഗ്രികൾച്ചറിൽ യൂസ് ചെയ്യുന്ന പെസ്റ്റിസൈഡ്സും ഫെർട്ടിലൈസറും സ്പ്രേ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന മെഷീനറിയാണ്. ഇതിൽ ടൈം സെറ്റ് ചെയ്ത് കൊടുത്താൽ അതിനനുസരിച്ച് അത് സ്പ്രേ ചെയ്തോളും. പിന്നെ ഈ കാണുന്നതെല്ലാം ഫോർക്ക് ലിഫ്റ്റുകളാണ്. ഓരോ വെയ്റ്റിനനുസരിച്ചുള്ള ഫോർക്ക് ലിഫ്റ്റുകളാണ് ഇവിടെ വെച്ചിട്ടുള്ളത്. ഇവിടെ കാണാനാണെങ്കിൽ ഒരുപാട് സാധനങ്ങളുണ്ട്. നമ്മൾ നടന്ന് തന്നെ നമുക്ക് ഒരുപാട് നമ്മൾ ക്ഷീണിക്കും. നമ്മുടെ നാട്ടിലുള്ള മിക്ക ഫ്ലവേഴ്സിൻ്റെയും വെജിറ്റബിൾസിൻ്റെയും എല്ലാം വിത്ത് ഇവിടെ വെച്ചിട്ടുണ്ട്. സമ്മർ ആയിക്കഴിഞ്ഞാൽ നമ്മുടെ നാട് പോലെ തന്നെയാണ് എനിക്കിവിടെ തോന്നിയിട്ടുള്ളത്. പോർച്ചുഗലിൻ്റെ ബേസിക് തന്നെ അഗ്രികൾച്ചറാണ്. ഇവിടുത്തുള്ള എല്ലാ ആൾക്കാരും അവരെ വീട്ടിൽ തന്നെ ചെറിയ അഗ്രികൾച്ചറിൻ്റെ ചെറിയ ഫാമുകളുണ്ട്. ഒരു വീടുകളിൽ പോലും ഒരു ചെറിയൊരു പച്ചക്കറിത്തോട്ടം പോലെങ്കിലും ഇല്ലാത്ത ഒരു വീടുകളും ഇല്ല. പിന്നെ നമ്മുടെ നാട്ടിലത്തെ പോലെ തന്നെ ഉള്ളൊരു അന്തരീക്ഷമാണ് ഇവിടെ. അതുകൊണ്ട് തന്നെ ഇവിടെ നമ്മുടെ നാട്ടിൽ ഉണ്ടാകുന്ന മിക്ക സാധനങ്ങളും ഇവിടെ ഉണ്ടാവാറുണ്ട്. ഇത് സവാള അഗ്രികൾച്ചറിൽ നിന്ന് നമ്മൾ വിളവെടുത്തതിന് ശേഷം അത് പാക്ക് ചെയ്ത് ചാക്കിലാക്കി വരുന്ന മെഷീനാണ്. ഇതെല്ലാം ഫെർട്ടിലൈസേഴ്സാണ്. ഓരോന്നിനും യൂസ് ചെയ്യുന്ന ഫെർട്ടിലൈസേഴ്സാണ് ഇവിടെ വെച്ചേക്കുന്നത്. ചോളം മുതൽ നമ്മുടെ കൊച്ചു പയർ വരെയുള്ള സാധനങ്ങൾക്കുള്ള ഫെർട്ടിലൈസേഴ്സ് ഇവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ അതിന് എങ്ങനെ ചെയ്യണമെന്നുള്ള ഇൻസ്ട്രക്ഷൻസ് അവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ചുകൂടെ ഫ്രണ്ടിലോട്ട് ചെന്നപ്പോൾ പിന്നെയും കുറേ വിത്തിനങ്ങളും എല്ലാം വെച്ചേക്കുന്നത് കണ്ടു. അഗ്രികൾച്ചർ മെഷീനറീസ്, എക്യുപ്മെൻറ്റ്സ്, പ്രോഡക്ട്സ് ഇതിൻ്റെ എക്സിബിഷൻ കൂടാതെ ഇവരിവിടെ സെമിനാറുകളും ബിസിനസ് മീറ്റിങ്ങുകളും ക്ലാസ്സുകൾ ഇത് നടത്തുന്നുണ്ട്. നമ്മളിപ്പോൾ കാണുന്നത് അങ്ങനെ ഒരു ക്ലാസ്സാണ്. അതായത് വെജിറ്റബിൾസ് വെറൈറ്റി രീതിയിൽ എങ്ങനെയൊക്കെ കട്ട് ചെയ്യാം അതിനുള്ള എക്യുപ്മെൻറ്റ് അവിടെ ഉണ്ട്. അതാണ് ഇപ്പം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത് ഓട്ടോമാറ്റിക്കായിട്ട് പുല്ല് വെട്ടുന്ന മെഷീനാണ്. ഇതിനകത്ത് പുല്ല് വെട്ടിയിട്ട് ഇതിനകത്ത് തന്നെ കളക്ട് ചെയ്ത് അത് പാക്ക് ചെയ്ത പോലെ തന്നെ പുറത്തോട്ട് വരും. അങ്ങനത്തെ മെഷീനാണിത്. ഇത് വൈൻ ഉണ്ടാക്കുന്ന മെഷീനാണ്. ഇതിനകത്ത് നമ്മുടെ മുന്തിരി കളക്ട് ചെയ്തിട്ട് എങ്ങനെയൊക്കെ അവർ വൈൻ ഉണ്ടാക്കും. ഇതിനകത്ത് അവിടെ അവർ ബുക്ക് വെച്ചിട്ടുണ്ട്. അത് നമുക്ക് വായിച്ചു നോക്കാം. ഫുള്ള് പോർച്ചുഗീസാണ്. ഒരു വാക്ക് പോലും ഇംഗ്ലീഷിൽ പോലും കൊടുത്തിട്ടില്ല. ഇനി നമ്മൾ പോകുന്നത് ഫുഡ് ഐറ്റംസിൻ്റെ സെക്ഷനിലോട്ടാണ്. ഇവിടെ മെയിനായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത് വൈന്, പിന്നെ പാലിൻ്റെ പ്രോഡക്ട്സുകൾ ഇതൊക്കെയാണ് കാണാൻ പറ്റുന്നത്. പിന്നെ ചൊറീഷോ, പിന്നെ ബട്ടർ, ഹണി അങ്ങനത്തെ കുറേ കാര്യങ്ങൾ കാണാൻ പറ്റും. പിന്നെ ചൊറീഷോ എന്ന് വെച്ചാൽ നിങ്ങൾക്ക് അറിയത്തില്ല, ഇതിവർ പോർക്കിൻ്റെ മീറ്റിൽ നിന്നുണ്ടാക്കുന്ന ഒരു ഫുഡ് ഐറ്റമാണ്. ഇവർ മെയിനായിട്ട് വൈനിൻ്റെ കൂടെയാണ് കഴിക്കുന്നത്. ഇവിടെ അവർ വെച്ചിരിക്കുന്നതെന്ന് വെച്ചാൽ അവർ ട്രഡീഷണൽ ആയിട്ട് ഉണ്ടാക്കുന്ന ഫുഡ് ഐറ്റംസ് മാത്രമാണ് ഇവിടെ വെച്ചേക്കുന്നത്. പിന്നെ അതിന് പുറമെ ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ് അതെല്ലാം ഇതിനകത്ത് ഇവർ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. എല്ലാ ഫുഡ് ഐറ്റംസിനും അവർ സാമ്പിളും വെച്ചിട്ടുണ്ട്. നമുക്ക് വേണമെങ്കിൽ അതെടുത്തൊന്ന് ടേസ്റ്റ് ചെയ്യാം. ഇവിടെ കേജുവും ബന്നും അതാണ് ഇവിടെ ടേസ്റ്റ് ചെയ്യുന്നത്. ഞങ്ങൾ ടേസ്റ്റ് ചെയ്ത് നോക്കി. പോർച്ചുഗീസ് ഫുഡെന്ന് പറയുമ്പോഴേ അവർ മെയിനായിട്ട് ബ്രെഡും ബട്ടർ, ചീസ് ഇതൊക്കെയാണ് അവർ മെയിനായിട്ട് കഴിക്കുന്നത്. ഇപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ആയിക്കോട്ടെ, ലഞ്ച് ആയിക്കോട്ടെ, ഡിന്നർ ആയിക്കോട്ടെ, ഏത് ഫുഡിൻ്റെയും കൂടെ അവർ ഫസ്റ്റ് കഴിക്കുന്നത് ബ്രെഡും ചീസ്, ബട്ടർ ഇതൊക്കെയാണ്. പോർച്ചുഗലിലുള്ള എല്ലാ ഫുഡ് ഐറ്റംസും ഇവിടെ ഉണ്ട്. ഇപ്പോൾ തന്നെ നമ്മൾ കാണുന്നത് ചോക്ലേറ്റ്, പിന്നെ ക്യാൻഡീസ് ഐറ്റംസ് ആണ്.
പിന്നെ ബന്ന്, ബ്രെഡ്, അതിൻ്റെ ഐറ്റംസ്, പിന്നെ ഫ്രൂട്ട്സ്, വെജിറ്റബിൾ എല്ലാ ഐറ്റംസും ഈ ഒരു സെക്ഷനിൽ അവർ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഹണിയുടെ പ്രോഡക്റ്റ്സ് ആയിട്ടുള്ള ബോഡി ക്രീം, അല്ലാതെ ഹണി അല്ലാതെ വെച്ചിട്ടുണ്ട്. അതെല്ലാം നമുക്ക് അവർ സാമ്പിൾ തരും, അതും ടേസ്റ്റ് ചെയ്യാം. ഇത് കണ്ടോ, നമ്മുടെ നാട്ടിലെ ചക്കക്കുരുവാണ്, അതവർ വറുത്ത് വെച്ചിരിക്കുകയാണ്. അതിന് നല്ല വിലയാണ്. നമ്മുടെ നാട്ടിൽ ആർക്കും വേണ്ടാത്ത സാധനമാണ് ഇവിടെ അവർ ഡ്രൈ നട്ട്സിൽ വെച്ചിരിക്കുന്നത്. ഇത് ബ്ലൂബെറി. അത് കഴിഞ്ഞ് ഫ്രൂട്ട്സ് ഉണക്കിയത്. ഇവിടെ ഓൾമോസ്റ്റ് എല്ലാ ഫ്രൂട്ടും ഉണക്കി വെച്ചിട്ടുണ്ട്. കൈതച്ചക്കയുണ്ട്, പിന്നെ ഓറഞ്ച്, മിക്ക ഫ്രൂട്ടും അതിലുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ അച്ചാറ്, അങ്ങനെ എല്ലാം വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ നാട്ടിലെ അച്ചാറ് പോലെ അല്ല കേട്ടോ ഇവിടുത്തെ അച്ചാറുകൾ. എരി എന്ന് പറയുന്ന സാധനമേ ഇവിടെ കാണത്തില്ല. വിനാഗിരിയിൽ വെറുതെ അവർ ഇട്ട് വെച്ചിരിക്കുന്നതാണ് എല്ലാം. ഇപ്പം നമ്മൾ കന്നുകാലികളുടെ സെക്ഷനിലോട്ടാണ് പോകുന്നത്. ഫസ്റ്റ് നമുക്ക് കുതിരയിൽ തന്നെ തുടങ്ങാം. ഓരോ സെക്ഷനിലോട്ട് പോകുന്ന എൻട്രിയിൽ തന്നെ അവർ മാപ്പ് വെച്ചിട്ടുണ്ട്. ഇവിടെ വിവിധ ഇനം കന്നുകാലികളെ അവർ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. മെയിനായിട്ടും കുതിര, പശു, ബുള്ളിനെ ഇവർ ഉപയോഗിക്കുന്നത് ഇവിടെ ട്രഡീഷണൽ ആക്ടിവിറ്റിയായ ബുൾ ഫൈറ്റിനാണ്. അപ്പോൾ അതൊക്കെയാണ് ഈ കാണുന്നത്. പിന്നെ അതെല്ലാം കണ്ടതിന് ശേഷം ഞങ്ങൾ ഇവിടുത്തെ കൾച്ചറൽ ആക്ടിവിറ്റീസ് നടക്കുന്ന സ്ഥലത്തോട്ട് പോയി. അപ്പോൾ അവിടെ അവർ കുറേ ക്രാഫ്റ്റ് ഐറ്റംസ് ഒക്കെ വെച്ചിട്ടുണ്ട്. ഇതെല്ലാം ഹാൻഡ് മെയ്ഡ് ഐറ്റംസ് ആണ്. പിന്നെ അതെല്ലാം ഒന്ന് നോക്കി. ഇന്നിവിടെ നല്ല തിരക്കാണ്. ഒന്നാമത്തെ കാര്യം, ഇന്നിവിടെ ടിക്കറ്റ് ഫ്രീ ആണ്. അതുകൊണ്ട് തന്നെ മിക്ക ആൾക്കാരും ഇന്നായിരിക്കും വരുന്നത്. പിന്നെ അകത്തോട്ട് ചെല്ലുമ്പോൾ ഇവിടെ ഫുഡ് കഴിക്കാനുള്ള സ്പേസ് ഉണ്ട്. നമുക്ക് അവിടെ നിന്ന് ഫുഡ് കഴിക്കാം. അതിൻ്റെ കൂടെ കൾച്ചറൽ പരിപാടിയും കാണാം. അപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് പോവുകയാണ്. ഇന്നിവിടെ മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻറ്റ്സ് അങ്ങനത്തെ എന്തോ പരിപാടിയാണ്. ഇത് 9 ദിവസത്തെ ഈവൻ്റാണ്. അപ്പോൾ ഈ 9 ദിവസവും ഓരോ പരിപാടിയാണ് ഇവരിവിടെ കണ്ടക്ട് ചെയ്തിട്ടുള്ളത്. പിന്നെ അതെല്ലാം കണ്ടിട്ട് ഇനി ഞങ്ങൾ പോവാണ്. അപ്പോൾ ഇന്നത്തെ പരിപാടി കഴിഞ്ഞു. അപ്പം എല്ലാവർക്കും എൻ്റെ ഈ ചെറിയ വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായും നിങ്ങൾ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം. ഇനിയും ഞാൻ പോർച്ചുഗലിലെ കൂടുതൽ വിശേഷങ്ങളുമായി വരുന്നതായിരിക്കും. അതുവരെയും ബൈ ബൈ.